Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BCom, BBA, BA, BSc കാരുടെ റിസൾട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഒരുപാട് കുട്ടികൾ വന്നിട്ട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു റിസൾട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ്, ഇതിലെ പെർസെൻറ്റേജ് എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് ഫൈനൽ ഗ്രേഡ്, ഓരോ സബ്ജക്റ്റ് P എന്താണ്, F എന്താണ്, O എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും, അതുമാത്രമല്ല ഇനി റിവാലുവേഷന് കൊടുക്കാൻ പറ്റുമോ, അതിൻ്റെ ഫീസ് എത്രയാണ്, സപ്ലിയുടെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, നെക്സ്റ്റ് സെമ്മിലത്തെ ഇനി എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് കുട്ടികൾ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതിയ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആക്കി തരുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഞാൻ ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ ഒരു സപ്ലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലി കിട്ടിയ സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൽ വിഷമിച്ച് ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട. നമുക്കത് എഴുതിയെടുക്കാം. നിങ്ങൾക്ക് എന്തായാലും +2 വരെയുള്ള ഒരു രീതി ആയിരുന്നില്ല നമ്മുടെ ഈ ഒരു ഡിഗ്രി എക്സാം പാറ്റേൺ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ പല കുട്ടികൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അത് എന്താ പറയുക, എഴുതി ആ ഒരു സ്പീഡിൽ, മലയാളമൊക്കെ അത്രയും സ്പീഡിലൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ബിസിനസ്സിനാണ് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് മാർക്ക് കുറവും സപ്ലിയൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു ബിസിനസ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് കഴിഞ്ഞ കാര്യം ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് സപ്ലി എഴുതി അത് ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു റിസൾട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം റിസൾട്ട് എന്ന് പറയുമ്പം ഇപ്പോൾ P എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജസ്റ്റ് പാസ് എന്നാണ് കേട്ടോ. P നമുക്കിപ്പം റിസൾട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് ഈ ഒരു A+A ഒക്കെ പോലെ തന്നെ നിങ്ങൾക്ക് P എന്ന് കാണാൻ സാധിക്കും. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പാസ് ആണ്. പിന്നെ A+C ഇതൊക്കെ B+ ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു O എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് A+ന് മുകളിലാണ്. അത്രയും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലാണ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കുക. അപ്പം അതാണ് O എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കുട്ടികൾ ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിവാലുവേഷൻ്റെ കാര്യമാണ്. നമ്മൾ റിവാലുവേഷന് കൊടുക്കണോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എഴുതണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ റിവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യാനായിട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അത്രയും അടിപൊളിയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ചത്ര മാർക്ക് എനിക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫെയിലായി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവാലുവേഷൻ അയക്കാവുന്നതാണ്. അപ്പം റിവാലുവേഷൻ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് യൂണിവേഴ്സിറ്റി പറയും ഇത്രയും ദിവസത്തിനുള്ളിൽ, അത് 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ വരും അതിൻ്റെ ഡേറ്റ്. അപ്പം ഈ ഒരു 2 ആഴ്ചയിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വരും, അത് ശ്രദ്ധിക്കുക. അപ്പം അതിൽ റിവാലുവേഷൻ്റെ ഡേറ്റ് തന്നിരിക്കുന്നത് പ്രകാരം ആ ഒരു ഡേറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലിങ്ക് നമ്മൾ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു റിവാലുവേഷന് നിങ്ങൾ കൊടുക്കുക. ഏത് സബ്ജക്റ്റ് ആണെങ്കിൽ അത് കൊടുക്കുക. റിവാലുവേഷന് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 800-നടുത്ത് 800 രൂപയ്ക്ക് അടുത്ത് ഫീസ് വരുന്നുണ്ട്. 750, 780 അത് കറക്റ്റ് അറിയില്ല. 800-നുള്ളിൽ എന്തായാലും ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഫീസ് വരും റിവാലുവേഷന്. എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ഇപ്പം കുട്ടികൾ ആ ഒരു പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് ഇതിൽ അത്രയും കോൺഫിഡൻ്റ് ഉള്ള 1-2 സബ്ജക്റ്റാണ് കുട്ടികൾ റിവാലുവേഷന് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും റിവാലുവേഷന് കൊടുക്കാം. 800-നടുത്ത് ഒരെണ്ണത്തിന് ഫീസ് വരുന്നുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഡേറ്റ് എന്നാണ് കൊടുക്കേണ്ടത്, എത്ര നാൾ വരെ ഉണ്ടാവും, റിവാലുവേഷൻ എന്ന് വരെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ റിവാലുവേഷൻ്റെ റിസൾട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയുക റിവാലുവേഷന് കൊടുത്തിടുകയും ചെയ്യാം, സപ്ലി എഴുതിയിടുകയും ചെയ്യാം. ഇപ്പോൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ സപ്ലി എഴുതുകയും ചെയ്യാം. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് റിവാലുവേഷൻ ഇപ്പോൾ സപ്ലിയുടെ ഇതിന് മുന്നേ തന്നെ റിവാലുവേഷൻ്റെ റിസൾട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി നോക്കിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും എഴുതണമെങ്കിൽ എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ റിവാലുവേഷന് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് റിവാലുവേഷൻ്റെ കാര്യങ്ങൾ, ഇത്രയാണ് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് സപ്ലിയുടെ ആണ്. സപ്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സപ്ലിയും ഇംപ്രൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഒരുപോലെയാണ് കേട്ടോ. സപ്ലിയും ഇംപ്രൂവ്മെൻറ്റും ഒരുപോലെയാണ് ഇത് രണ്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 എക്സാമും നമ്മൾ എഴുതാൻ ഇനി നമ്മുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ ആയിരിക്കും. അതായത് നിങ്ങളെ താഴെയുള്ള ബാച്ചിന് വരില്ലേ, അപ്പോൾ അവരുടെ കൂടെയാണ് നിങ്ങൾ ഇനി എന്ത് എഴുതേണ്ടത്, എക്സാം എഴുതേണ്ടത്. അപ്പോൾ പുതിയ ബാച്ചൊക്കെ വന്ന്
അവർ ഇനി എന്നാണോ ഫസ്റ്റ് സെം എക്സാം എഴുതുന്നത്, അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മളിപ്പോൾ സെം എക്സാമിന് ഫീസൊക്കെ അടച്ച് നമ്മൾ എക്സാം എഴുതിയില്ലേ, അതേപോലെ അവർ എന്നാണോ എക്സാമിന് ഫീസ് അടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങളും ഫീസ് അടയ്ക്കുമ്പോൾ സപ്ലി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ നിങ്ങൾ സെയിം ഫീസ് തന്നെയായിരിക്കും. സെയിം ഫീസ് തന്നെയായിരിക്കും ഒരു സബ്ജക്റ്റിൻ്റെ. ഇപ്പോൾ അവർക്ക് മൊത്തമാണല്ലോ ഫീസ് വരിക. 5 സബ്ജക്റ്റിൻ്റെ ഫീസ് ആണെങ്കിൽ നമ്മൾ അതിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് അടച്ചാൽ മതി. ഒരു സബ്ജക്റ്റിന് ഉദ്ദേശിച്ചത് എത്രയാണോ സപ്ലി ഉള്ളതെന്ന് വെച്ചാൽ അത്രയും സബ്ജക്റ്റ്. 3 സബ്ജക്റ്റ് സപ്ലി ഉണ്ടെങ്കിൽ 3 സബ്ജക്റ്റ് സപ്ലിയുടെ ഫീസ്. അപ്പോൾ അത് നിങ്ങൾ ഫീസ് അടച്ചിട്ട് അവരുടെ കൂടെ നമ്മൾ എക്സാം എഴുതാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സപ്ലി ആണെങ്കിൽ നമ്മുടെ പേപ്പർ കണ്ട് അറിയോ, സപ്ലിക്കാരുടെ പേപ്പർ ടീച്ചേഴ്സിന് നോക്കുന്ന സമയത്ത് അറിയോ എന്നുള്ളത്. സപ്ലി ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒക്കെ അത് അറിയും, കാരണം നമ്മുടെ രജിസ്റ്റർ നമ്പർ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് സപ്ലി ആണോ ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ നോക്കി മാർക്ക് കുറയ്ക്കുക അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എഴുതിയതിനുള്ള മാർക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ സപ്ലി ഇമ്പ്രൂവ്മെൻറ്റുകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. അതിനും ഫീസ് ഉണ്ട്, പക്ഷേ നമ്മുടെ ആ ഒരു റിവാലുവേഷൻ്റെ അത്ര ഫീസൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാം. ഫെയിലായ സബ്ജക്റ്റുകളാണ് നമ്മൾ സപ്ലി എഴുതുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്? അടുത്ത കൊല്ലാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് സമയമുണ്ട്, അതിനൊക്കെ രജിസ്റ്റർ ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള സമയമുണ്ട്. റിവാലുവേഷൻ മാത്രം ഇപ്പം അടുത്തുണ്ടാവും, അതൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ള അത്രയും കോൺഫിഡൻ്റ് ഉള്ള, വെറുതെ പൈസ കളയാൻ നിൽക്കരുത്, നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ഉള്ള സബ്ജക്റ്റുകൾ റിവാലുവേഷൻ അയയ്ക്കുക. നമ്മളത് അക്ഷയ ത്രൂ ആണ് മിക്കവരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അക്ഷയയിൽ പോയിട്ട് നമുക്ക് ഫീസ് അടച്ച് ഏത് സബ്ജക്റ്റിനാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, റിവാലുവേഷന് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിവാലുവേഷൻ സപ്ലി ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനി ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, എങ്ങനെ അവർ ഒരു മാർക്ക് ഇടുന്നത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന കാര്യം, അത്രയും അടിപൊളിയായിട്ട് എഴുതിയിട്ടും എന്താ പറയുക മാർക്ക് കിട്ടാത്ത ഒരു അവസ്ഥയെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ +2 വരെ നമ്മൾ എഴുതിയ ഒരു രീതിയല്ല ഇനി അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഡിഗ്രി ലെവലാണ്, കുറച്ചും കൂടി ഹയർ ലെവലാണ്. അപ്പോൾ നമ്മൾ അത്രയും അടിപൊളിയായിട്ട് എഴുതിയാൽ തന്നെ മാർക്ക് ഇട്ട് തരുള്ളൂ ടീച്ചേഴ്സ്, അല്ലാതെ വാരിക്കോരി മാർക്ക് ഇട്ട് തരുന്ന ഒരു രീതിയൊന്നും ഇനി നമ്മുടെ ഡിഗ്രി ലെവലിൽ ഇല്ല. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികൾ പോലും പറയുന്നത് ഞങ്ങൾ അത്രയും എഴുതിയതിൻ്റെ മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്ന സമയത്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. നമ്മൾക്കറിയാം യൂണിവേഴ്സിറ്റി തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള രീതിക്ക് സീരിയൽ പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ടൈം ടേബിൾ ഇട്ട് തരിക. അപ്പോൾ അതിന് മുന്നേ തന്നെ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. തലേ ദിവസമാണ് ഗ്യാപ്പ് കിട്ടിയില്ല എന്നൊന്നും അതൊന്നും എക്സ്ക്യൂസ് അല്ല. നിങ്ങൾക്ക് സെക്കൻഡ് സെം എക്സാം ഉണ്ടാകും എന്നുള്ള കാര്യം അറിയുന്നതല്ലേ. അതേപോലെ തന്നെ അതിന് ഒരുപാട് അറ്റ്ലീസ്റ്റ് ഒരു മാസം മുന്നെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ദേ നമ്മുടെ എക്സാം ജൂലൈയിൽ വരും. അപ്പോൾ ജൂൺ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മെയ് ലാസ്റ്റ് തൊട്ടേ നിങ്ങൾ പഠിക്കാനും ട്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു കഴിഞ്ഞു. ഇനി ഈ ഒരു നെക്സ്റ്റ് സെമ്മിൽ നമുക്ക് ഉണ്ടായ കുറവുകൾ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന കാര്യം, ഒരു ദിവസം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ബിസിനസ് പഠിക്കാൻ പറ്റിയില്ല, എക്കണോമിക്സ് പഠിക്കാൻ പറ്റിയില്ല, അതേപോലെ തന്നെ റിവിഷന് സമയം കിട്ടിയില്ല എന്നുള്ളതൊക്കെയാണ്. നോട്ട് പ്രിപ്പറേഷന് സമയം കിട്ടിയില്ല, എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല, ഫസ്റ്റ് സെം എക്സാം ആയതുകൊണ്ട് അതിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട്, എത്രത്തോളം എഴുതണം, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്ത സെമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ടൈം മാനേജ് ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കാനും എഴുതാനും ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിലൊക്കെ കളിച്ച് നോട്ടൊന്നും പ്രിപ്പയർ ചെയ്യാണ്ട് നടന്ന പിള്ളേർക്ക് അതിനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് സെമ്മിൽ എന്ത് ചെയ്യുക, എക്സാമിന് മുന്നേ തന്നെ നോട്ട് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് അത് പ്രിൻ്റ് എടുക്കാനെങ്കിലും, ഇപ്പം ക്ലാസ്സിൽ എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് പ്രിൻ്റ് എടുക്കാനോ എങ്ങനെയൊക്കെ അതൊക്കെ നോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മാസം മുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. കാരണം ഒരു ദിവസം ഗ്യാപ്പിൽ തന്നെയായിരിക്കും നമുക്ക് ഇതിൻ്റെ ടൈം ടേബിൾ വരിക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ തലേ ദിവസം ബുക്ക് എടുത്തിട്ടോ കാര്യമില്ല. പലരുടെയിലും ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ആരുടെയിലും നോട്ട്സ് ഇല്ല. അപ്പോൾ തലേ ദിവസം ഈ വീഡിയോസ് മൊത്തം ഇരുന്ന് കാണാൻ വന്നിട്ട് മിസ് ഇത് സിമ്പിളാക്കി വീഡിയോ ഇട്ട് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ നമ്മുടെ എല്ലാതും ഇപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ ഓൾമോസ്റ്റ് അപ്ലോഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കണ്ടും കേട്ടും ഒക്കെ പഠിക്കാനൊക്കെ ആയിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇംഗ്ലീഷുകൾക്കൊക്കെ ഒരുപാട് പേർക്ക് എന്താ പറയുക മാർക്ക് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല.
അതിനെക്കുറിച്ച് ഇനി സപ്ലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് വിഷമിക്കുകയോ ചെയ്യണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഇനി സെക്കൻഡ് സെമ്മിൽ വരുത്താം. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. താഴെ SGPA എന്നുണ്ടാവും, നിങ്ങളുടെ റിസൾട്ടിന് താഴെ SGPA എന്നുണ്ടായിരിക്കും. അത് ഇങ്ങനെയായിരിക്കും 9. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ 9.222. അപ്പം നിങ്ങളുടെ കയ്യിൽ 6 പോയിന്റ് 7 പോയിന്റ് 8 പോയിന്റ് അങ്ങനെ ആയിരിക്കും. അപ്പം ഇത് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 2 എണ്ണം എടുക്കുക കേട്ടോ, 9ഉം 2ഉം 92.22 ഇതാണ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 8.421 എന്നുള്ളതാണെങ്കിൽ അതെങ്ങനെയാണ് പെർസെൻറ്റേജ് നോക്കുക. ആദ്യത്തെ 2 എണ്ണം എടുക്കുക, 84.21%. ഇതാണ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓവറോൾ ഗ്രേഡ് എത്ര, ഫസ്റ്റ് സെമ്മിൻ്റെ ഓവറോൾ ഗ്രേഡ് എത്ര നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇവിടെ ഈ ഒരു റിസൾട്ട് പ്രകാരം A+. അപ്പം നിങ്ങളുടെ ഏതാണെന്ന് നോക്കുക നിങ്ങൾ. അപ്പം എത്രയാണ് പെർസെൻറ്റേജ് എന്നും ഏതാണ് ഫൈനൽ ഗ്രേഡ് എന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇനി ഫസ്റ്റ് സെം മുതലുള്ള എല്ലാ റിസൾട്ടും നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടോ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം. ലാസ്റ്റ് എല്ലാ സെമ്മും കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജുകളെല്ലാം കൂടി കൂട്ടണം. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാ ഗ്രേഡും കൂടി കൂട്ടിയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ ഗ്രേഡായിട്ട് ഫൈനൽ പെർസെൻറ്റേജ് ആയിട്ട് വരിക. അപ്പോൾ ഫസ്റ്റ് സെമ്മ് മുതലേ ഏകദേശം ഒരു 70 എബവ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിലേ 6 സെമ്മ് കഴിയുമ്പോൾ അത്യാവശ്യം നമുക്ക് അതേപോലെ ഒരു 70% ഒക്കെ ഉണ്ടാവുള്ളൂ, മാർക്ക് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? നമ്മൾ ഈ ഒരു 3 വർഷം പഠിച്ചിട്ട് 20 അല്ലെങ്കിൽ 50%, 60% മാർക്ക്, 50 കുഴപ്പമില്ല, പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ 3 വർഷം പഠിച്ചിട്ട് ഇത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് അത്രയും നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുക. നമ്മൾ എന്തായാലും ഇതിനെ ഇറങ്ങി തിരിച്ചു. ഡിഗ്രിക്ക് നമ്മൾ ജോയിൻ ചെയ്തു, ഫീസ് കൊടുത്തൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഒരുപാട് ദൂരം പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു 6 സെം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ എന്താ പറയുക, B ഗ്രേഡ് അല്ലെങ്കിൽ C ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സിനുള്ളൊരു ഇതുണ്ടാവും, വേദന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആദ്യത്തെ സെമ്മ് മുതലേ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ലാസ്റ്റ് സെമ്മ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ച് വരും. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ആദ്യത്തെ സെമ്മ് മുതലേ നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ ഫസ്റ്റ് സെം കുറവാണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. അടുത്ത സെമ്മ് മുതൽ നല്ല രീതിക്ക് ഈ താഴെയുള്ള ഈ ഒരു SGPA ഒരു 9.8.7 പോയിന്റിലേക്കൊക്കെ എത്തിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ഇനി മുതൽ എല്ലാ സെമ്മിൻ്റെയും സ്ക്രീൻഷോട്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് അയച്ചിടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിടുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് സെമ്മിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൾ ദി വെരി ബെസ്റ്റ്. പഠിച്ചു തുടങ്ങുക, ഈ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുക. ഇത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.